ഇന്ത്യ യു എസ് എ ആദ്യ മത്സരം നമ്മുടെ 2026 T20 വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരം ആദ്യ പകുതി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ രണ്ടാം പകുതി എന്തെങ്കിലും ആകട്ടെ, ഇന്ത്യ യു എസ് എ മത്സരം ആയതുകൊണ്ടാണ് ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യനെ ലോക്ക് ചെയ്താണ് യു എസ് എയുടെ ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. ഫീൽഡ് പ്ലേസ്മെന്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. കാരണം ഒരു 46 റണ്ണ് അല്ലെങ്കിൽ 77 റൺസ് ഒക്കെ ആയപ്പോഴത്തേക്ക് 6 വിക്കറ്റ് ഇന്ത്യയുടെ പോകാന്ന് പറയാം. അത് യു എസ് എ പോലത്തെ ഒരു ടീം നമ്മൾ ഒരിക്കലും ഒരു ടീമിനെ കുറച്ച് കാണരുതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും സൂര്യകുമാർ യാദവിന്റെ വൺമാൻ ഷോ കൊണ്ട് 160 റൺസ് ഏകദേശം എത്തിയിട്ടുണ്ട്. വൺമാൻ ഷോ തന്നെ പറയാം, സൂര്യ അടിച്ചെടുത്ത റൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത്. സെക്കൻഡ് ഹാഫ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വന്നാലും ഇന്ത്യക്ക് ജയിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ യു എസ് എ ഡിഫെൻഡ് ചെയ്തിടുമോ, യു എസ് എ ഇന്ത്യനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. യു എസ് എ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ചരിത്രവും, പക്ഷേ അതിന് സാധ്യതകൾ കുറവാണ്. എങ്കിലും അവരെ കുറച്ച് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിങ്ങിന്റെ ഒരു ഇതായിരുന്നു. മുഴുവൻ നമുക്ക് ഏകദേശം കണ്ടതിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ വിരാട് കോഹ്ലിയുടെ കൂടെ തന്നെ കളിച്ചിട്ടുള്ള നേത്രാവൽക്കർ ആയിരുന്നു യു എസ് എയുടെ ഒരു മെയിൻ ബോളർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട്ട് നല്ല രീതിയിൽ അടി കിട്ടി. പക്ഷെ ഫസ്റ്റ് ഓവർ അദ്ദേഹം കിണ്ണനായിട്ട് എറിഞ്ഞ് ആദ്യൊരു ഓവറിൽ ആകെ 6 റണ്ണേ അടിച്ചിട്ടുള്ളൂ പുള്ളിക്കിട്ട്. അതും ഇഷാന്റെ വക 5-ാം ബോളിൽ ഒരു 6 ആയിരുന്നു. അതിനുശേഷം പുള്ളി എറിഞ്ഞ ഓവറുകളിൽ അടി കിട്ടി. അത് സൂര്യ ലാസ്റ്റ് ഓവറിലാണ് അദ്ദേഹത്തിനെ ഫേസ് ചെയ്ത് സൂര്യ അടിച്ച് നല്ലപോലെ റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 ഓവർ വന്നപ്പോൾ 64 റൺസിന് മേലിലങ്ങാണ്ട് അദ്ദേഹം വിട്ടുകൊടുത്തു. ആദ്യത്തെ ഒരു ഓവറിൽ വേറെ 6 റൺസ് വിട്ടുകൊടുത്താണ് ബാക്കി 3 ഓവറുകളിലും അടി വാങ്ങിക്കൂട്ടിയത്. പക്ഷേ ബാക്കി ബോളേഴ്സ്, യു എസ് എയുടെ ബാക്കി വന്നിരുന്ന ബോളേഴ്സ് എല്ലാം നല്ല കിഡിലായിട്ടാണ് എറിഞ്ഞത്. വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് കിഡിലായിട്ടാണ് ബോൾ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ത്യയെ പോലെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെ പിടിച്ചു കെട്ടാനായിട്ട് സാധിച്ചു എന്ന് പറയാം. അത്ര ഗംഭീരമായിരുന്നു ഫീൽഡിലെ പ്രകടനം. 1-2 പിഴവുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു. പിന്നെ ക്യാച്ചിങ്ങിന്റെ കാര്യമാണെങ്കിലും സൂപ്പർ, പരമാവധി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. സൂര്യയുടെ ഒക്കെ പെട്ടെന്ന് റിഫ്ലക്സ് ആയിട്ട് വന്ന റിട്ടേൺ ക്യാച്ചുകളൊക്കെ ഒന്ന് പോയി എന്നതൊഴികെ ബാക്കി വന്ന ക്യാച്ചുകളും അത്യാവശ്യം കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നെ ഫീൽഡിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഫീൽഡിനിടയിൽ ആണ് 2 മെയിൻ ബോളേഴ്സിന് പരിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ അവരുടെ അവസാന ഓവറുകളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. മീൻസ് ആ 2 ബോളേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലാത്ത പക്ഷം ചിലപ്പോൾ മേ ബി ഈ നേത്രാവൽക്കർ എറിഞ്ഞ അവസാനത്തെ ഓവർ പോലും അവരുടെ മെയിൻ ആ ഒരു ബോളർ, എനിക്കൊന്നും പേര് കൃത്യം ഓർക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സ്ഥിരമായിട്ട് നമ്മൾ കളിക്കളത്തിൽ കാണാത്തോണ്ടുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും വന്നവരും, അതായത് ഫീൽഡ് ചെയ്തവരും ബോൾ ചെയ്തവരും പക്കയായിരുന്നു, പറയാതിരിക്കാൻ മേല. ഇന്ത്യക്കെതിരെ വെൽ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആയിരുന്നു. ഈ സെക്കൻഡ് ഹാഫ് വരുമ്പം വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വേണമെങ്കിലും ആകട്ടെ, പക്ഷേ യു എസ് എയുടെ ഭാഗത്തുനിന്ന് ഒമ്പനൊരു വരവാണ് അവർ വന്നത്. അപ്പം ഇന്ത്യൻ ടീമിനെ ഏറ്റവും ഡേഞ്ചറസ് ടീം എന്നാണ് മറ്റ് ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്ക് വെൽ ബിൽഡഡ് ആയിട്ടുള്ള ടീമാണ്. പക്ഷേ അത്രയും ബിൽഡഡ് ആയിട്ടുള്ള ഒരു ടീമിന് പോലും ഇതുപോലെ യു എസ് എ പോലെ ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആഘാതം ഏറ്റപ്പോൾ നമുക്ക് അറിയാം, ഇതുപോലെ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണല്ലോ അവര്. ബാക്കി ടീംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യനെ പിടിച്ചു നിർത്താമെന്നുള്ളതാണ്. പക്ഷെ നമുക്കെന്നും നമ്മുടെ ഇന്ത്യ ജയിക്കണം. പക്ഷേ എന്നിരുന്നാലും നല്ല നല്ല കളിക്കാരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അവർ നന്നായിട്ട് കളിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു എസ് എ ബോളേഴ്സ് ആൻഡ് ഫീൽഡേഴ്സ്. ബാക്കി ഇനി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എന്താവോ വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും ഈ ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത്. എതിർ ടീമിലെ ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് സ്പിരിറ്റ്. Bye.